ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നോമ്പ് തുറയ്ക്കൊക്കെ പറ്റിയ നല്ല ടേസ്റ്റിയായൊരു ജ്യൂസാണ്, മുന്തിരി ജ്യൂസാണ്. മുന്തിരി നമ്മൾ വെറുതെ ഇട്ട് കഴുകിയിട്ട് മിക്സിയിലിട്ട് ജ്യൂസ് അടിക്കുന്നത് പോലത്തെ ജ്യൂസല്ല, ഇത് വേവിച്ചിട്ടാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത്. പിന്നെ മറ്റേത് ജ്യൂസാകുമ്പം ചിലവർക്ക് അലർജിയൊക്കെ ഉണ്ടാവും, ചൊറിച്ചിലൊക്കെ വരും. ഇങ്ങനെ വേവിച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഒരു അലർജിയുടെയും ചൊറിച്ചിലോ ഒന്നും ഉണ്ടാവില്ല. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ജ്യൂസാണിത്. നോമ്പ് തുറക്കൊക്കെ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കുടിക്കാം. ഈ ചൂടിലും നമുക്ക് ദാഹം കെടാനും വിശപ്പ് മാറാനും ഒക്കെയുള്ള നല്ലൊരു ടേസ്റ്റിയിലുള്ളൊരു മുന്തിരി ജ്യൂസാണ്. അതേ സമയമൊന്നും വേണ്ട, ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ കുറച്ച് ഒരു കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ നാരും ഇതൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിൻ്റെ മേളിൽ നികക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മേളിൽ വരെ ഇങ്ങനെ മുന്തിരിയുടെ മേളിൽ വരെ നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചിട്ട് അത് പിന്നെ അടുപ്പിൽ വെച്ചിട്ട് വേവിക്കണമെന്ന്. നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ മതി, അപ്പോൾ തന്നെ അത് വെന്ത് കിട്ടും. നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇത് ഓഫ് ചെയ്തിടണം. ഇതിപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് അധികം വേകാനൊന്നുമില്ല, ഒന്നിങ്ങനെ തിളച്ച് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ അത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ തീ ഓഫ് ചെയ്യാം. പിന്നെ അതൊന്ന് ചൂടാറാനായിട്ട് വെക്കണം. ചൂടാറിയതിന് ശേഷം വേണം ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാനായിട്ട്. ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണതാണ്. പകുതി വരെ ഇട്ട് കൊടുക്കണുള്ളൂ. 2 ട്രിപ്പായിട്ടാണ് ഞാനിത് അടിച്ചെടുക്കുന്നത്, ഒന്നിച്ചിടാൻ പറ്റില്ല. അത് കാരണം ഇത് കുറച്ച് പകുതിയോളം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം അതിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം എന്തോരം വേണം അതനുസരിച്ച് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. നല്ലതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഇതൊരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കണം. ഇതിൻ്റെ കുരുവും ഇതൊക്കെ തൊലിയും ഒക്കെ ഉണ്ടാവും, അതെല്ലാം ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം പിന്നെ അടുത്ത ട്രിപ്പും ഞാനിട്ട് ഇതേപോലെ തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യണം, ലൈക്ക് മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യണം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. പിന്നെ ഒന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എന്നിട്ട് അതെല്ലാം രണ്ടാമത്തെ ട്രിപ്പും ഞാൻ ഇട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അതും അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മധുരം വേണ്ടാന്നുള്ളവർക്ക് പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. പിന്നെ മധുരം ഇല്ലാതെ തന്നെ ഇത് കുടിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ മധുരം വേണമെന്നുള്ളവർക്ക് നമുക്ക് എത്ര മധുരം വേണം അതനുസരിച്ച് പഞ്ചസാര ഇട്ട് അതിൻ്റെ കൂടെ തന്നെ അടിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയോ ഐസിട്ട് കുടിക്കുകയോ ചെയ്യാം. ഇത് നോമ്പ് തുറക്കൊക്കെ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതൊന്ന് വേവിച്ച് എടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാൻ പറ്റും. ഇത് നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു പിന്നെ ജ്യൂസാണ്, മുന്തിരി ജ്യൂസ്. ഇത് പിന്നെ കുടിക്കുമ്പോൾ വയറും നിറയും, വിശപ്പും മാറും. അതുപോലെ അത്ര ലൂസിലെടുക്കരുത്, കുറച്ച് കട്ടിയിൽ തന്നെ എടുക്കണം. നല്ലപോലെ ലൂസായിപ്പോയി വെള്ളം പോലെ ഇരിക്കും, കുറച്ച് കട്ടിയിൽ തന്നെ എടുക്കണം. അപ്പോൾ നല്ല വിശപ്പും കെടും, ദാഹവും മാറും. വെയിലത്തു നിന്നൊക്കെ കയറി വരുന്നവർക്ക്, സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഒരു ഗ്ലാസ് കുറച്ച് ഐസും കൂടി ഇട്ടിട്ട്, അല്ലെങ്കിൽ തണുപ്പ് വേണ്ടാത്തവർക്ക് ഐസ് ഇടേണ്ട ആവശ്യമില്ല, അങ്ങനെയും കുടിക്കാം. നല്ല ടേസ്റ്റാണ് ഇതിന്. നോമ്പ് തുറക്കൊക്കെ എല്ലാവരും ഇതേപോലെ മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വേവിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കി നോക്ക്. നമ്മൾ സാധാരണ ജ്യൂസ് ഉണ്ടാക്കുന്നതിനേലും ടേസ്റ്റാണ് ഇങ്ങനെ വേവിച്ചിട്ട് ഉണ്ടാക്കുന്നതിൽ. പിന്നെ എല്ലാവരും ഒന്ന് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നോമ്പ് തുറക്കുന്ന സമയത്ത് ഒക്കെ നമുക്ക് ഇതേപോലെ ജ്യൂസ് ഉണ്ടാക്കി എടുക്കാം. ഞങ്ങൾ നോമ്പ് തുറക്ക് വേണ്ടിയാണ് ജ്യൂസ് ഉണ്ടാക്കിയത്. ഞങ്ങളുടെ നോമ്പ് തുറയുടെ വിഭവങ്ങളൊക്കെയാണ്, അധികം ഇതൊന്നുമില്ല. ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം.